إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ ദൂരീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതം അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമ്മുടെ സമയം വളരെ വേഗതയിൽ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളുമെല്ലാം ദ്രുതഗതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുസ്സും ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ് ജീവിതം അതേ രൂപത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതതിന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനം എവിടെയാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. ഓരോരുത്തർക്കും അള്ളാഹു വിവിധ രൂപത്തിലുള്ള അവധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നാലും ഓരോ നിമിഷവും അതിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ നാം ഇങ്ങനെ ഇവിടെ സമ്മേളിച്ചിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയ
കഴിഞ്ഞ ഒരു വർഷത്തെ അതിലുള്ള മാസങ്ങളെ, ദിനങ്ങളെ, അതേക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എന്തൊക്കെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ളത്, ഏതൊക്കെ രൂപത്തിലുള്ള അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, നാം ഏതൊക്കെ രൂപത്തിലുള്ള നന്മകളാണ് കഴിഞ്ഞ ആ ഒരു വർഷത്തിൽ നാം സ്വരൂപിച്ചു കൂട്ടിയിട്ടുള്ളത്. പലപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് വർഷങ്ങളെല്ലാം മാസങ്ങൾ പോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, മാസങ്ങൾ ആഴ്ചകൾ പോലെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ആഴ്ചകൾ ദിവസങ്ങൾ പോലെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് നമുക്ക് ശീലമായിട്ടുണ്ട്. ഇന്ന് നമുക്കത് ഏതൊക്കെ അർത്ഥത്തിൽ പ്രത്യേകതയുള്ള കാര്യമായിട്ട് തോന്നാറില്ല. വർഷങ്ങൾ അങ്ങനെ പോകും, അതങ്ങനെയാണ് എന്ന് നമ്മളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽക്ക് തന്നെ മാസത്തിൽ 30 ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആഴ്ചയിൽ 7 ദിവസം തന്നെയായിരുന്നു, വർഷത്തിൽ 12 മാസങ്ങൾ തന്നെയായിരുന്നു. ഈ ഭൂലോകത്ത് ജീവിച്ചു പോയ മഹാരഥന്മാർക്കെല്ലാം നമുക്കിന്ന് ലഭിച്ച ഈ രൂപത്തിലുള്ള ആയുസ് തന്നെയായിരുന്നു, ഈ രൂപത്തിലുള്ള ദിനങ്ങൾ തന്നെയായിരുന്നു, ദിനരാത്രങ്ങൾ തന്നെയായിരുന്നു അവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്ത് ജീവിച്ചത് വെറും 63 വർഷക്കാലം മാത്രമാണ്. ഇന്ന് നമ്മുടെ സദസ്സിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 63-ൽ കൂടുതൽ വയസ്സുള്ള, പ്രായമുള്ള നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ആ 63 വർഷക്കാലം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന്റെ തന്നെ ചരിത്രം, അതിന്റെ ഗതി മാറ്റി എഴുതിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിൽ തന്നെ വെറും 23 വർഷക്കാലം മാത്രമായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകനായി, റസൂലായി ജീവിച്ചത്. ആ 23 വർഷത്തിൽ തന്നെ വെറും 10 വർഷക്കാലം മാത്രമാണ് ശരീഅത്തിന്റെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിച്ചത്, നിയമമാക്കപ്പെട്ടത്. ഹിജാബ് വന്നത്, ഹജ്ജ് വന്നത്, സക്കാത്ത് വന്നത്, നോമ്പ് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുള്ള സകല യുദ്ധങ്ങളും സംഭവിച്ചത്, സന്ധികൾ നടന്നത്. ഈ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ ഈ അവസാനത്തെ 10 വർഷക്കാലത്തിലാണ്, 10 വർഷത്തെ കാലത്തെ കുറിച്ചാണ് രചിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എത്ര 10 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എന്താണ് ആ 10 വർഷക്കാലം കൊണ്ട് നേടാനായത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത് വെറും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം ഒരു കാര്യമല്ല. മഹാരാജന്മാരായ പല ആളുകളിലെയും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന അത്ര പോലും ആയുസ് പലർക്കും ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇമാം നവവി റഹിമഹുല്ല, അദ്ദേഹം വെറും 45 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരു മഹാനാണ്. അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങള് യഥാർത്ഥത്തിൽ അത് പഠിച്ചു തീർക്കാനും വായിച്ചു തീർക്കാനും 40 വയസ്സ് മതിയാകാറില്ല എന്ന് പൊതുവിൽ പറയപ്പെടാറുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ല വെറും കുറച്ചു കാലം മാത്രം ജീവിച്ച, 55 വയസ്സ് വരെ മാത്രം ജീവിച്ച, 65 വയസ്സ് വരെ മാത്രം ജീവിച്ച മഹാനായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ല 55 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഇമാം മുസ്ലിം റഹിമഹുല്ല 55 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഇമാം ബുഖാരി റഹിമഹുല്ല 60 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ നിരവധി ആളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല 40 വയസ്സ് തികയുന്നതിന് മുന്നേ ഈ ലോകത്തോട് വിട പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്നും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, സത്യത്തിൽ ആയുസ്സിലല്ല കാര്യം, നമുക്ക് ഇന്ന് സമയമില്ലാതെ പോയിട്ടില്ല. പക്ഷേ ആ സമയത്തെ ഏത് രൂപത്തിൽ വിനിയോഗിക്കണം എന്ന കാര്യത്തിലാണ് നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഒരുപാട് സമയം നൽകിയിട്ടുണ്ട്, ആയുസ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലുള്ള ആ ഐശ്വര്യം, സമൃദ്ധി, അതിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹം, അതിന്റെ ബറക്കത്ത്, അത് നമുക്ക് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സമയമില്ല എന്നത്. ഏത് കാര്യമെടുത്ത് നോക്കിയാലും, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ വിളിച്ചാലും നമ്മളൊക്കെ പറയും നമുക്ക് സമയമില്ല. അത് ആരാണെങ്കിലും, ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും, അത് ചെറിയ കുട്ടികളാകട്ടെ, പ്രായമുള്ള ആളുകളാകട്ടെ, നമുക്കാർക്കും സമയമില്ല എന്നത് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു പരാതിയാണ്. ഇവിടെയാണ് സത്യത്തിൽ നമുക്ക് സമയമില്ല എന്നതല്ല, ആ സമയത്തിലുള്ള ബറക്കത്താണ്, അതിലുള്ള ഐശ്വര്യമാണ്, അനുഗ്രഹമാണ് സത്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകന്റെ ഒരു ദിവസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഒരു ദിവസം കണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത്, പ്രവാചകന്റെ ഹജ്ജിന്റെ വേളയിൽ
പ്രവാചകന്റെ തിരുകരങ്ങൾ കൊണ്ട് 63ഓളം ഒട്ടകങ്ങളെ പ്രവാചകൻ സ്വന്തമായി അറുക്കുന്നുണ്ട്. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ അറുക്കാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ 100 തികക്കുന്നു. ആ എല്ലാ ബലിമൃഗങ്ങളിൽ നിന്നുള്ള മാംസം ശേഖരിച്ചുകൊണ്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നു. ശേഷം പ്രവാചകൻ തലമുണ്ടനം ചെയ്യുന്നു, തവാഫുൽ ഇഫാള ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിലേക്ക് മടങ്ങി അവിടെ വെച്ച് ളുഹർ നമസ്കരിച്ചു എന്ന് നമുക്ക് സീറയിൽ കാണാം. ഇതെങ്ങനെ സാധിച്ചു? വെറും 1/2 ദിവസം കൊണ്ട് ഇത്രയും ബലിമൃഗങ്ങളെ അറുക്കുന്നു, മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഇവിടെയാണ് ആ ബറക്കത്ത് എന്നത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ അർത്ഥത്തിലുള്ള നമ്മുടെ ആയുസ്സിൽ ആ രൂപത്തിലുള്ള ഒരു സമൃദ്ധി എങ്ങനെ നമുക്ക് തിരികെ ലഭിക്കും, എങ്ങനെ അത് നേടിയെടുക്കാനാകും എന്നതിനെക്കുറിച്ച് ചില ആലോചനകളാണ് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അതിൽ പല ആളുകളും എങ്ങനെയാണ് നമ്മുടെ സമയത്തെ ലാഭകരമാക്കി മാറ്റുക, നമ്മുടെ സമയത്തിൽ എങ്ങനെയാണ് ഖൈറുകളും ബറക്കത്തുകളും വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നത് ചർച്ച ചെയ്യുകയും അതേക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങളും നിരവധി ഭാഗങ്ങളും ഗ്രന്ഥങ്ങളിൽ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലെല്ലാവരും ഒരുപോലെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കാതിരിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് ബറക്കത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഐശ്വര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സമൃദ്ധിയും വർധനവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ നാം യാതൊരു വിധത്തിലുള്ള പിശുക്കും കാണിക്കാതിരിക്കുക. സമയമില്ല എന്ന ന്യായം പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്ന കാര്യത്തിൽ നാം അലസത കാണിക്കാതിരിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. പടച്ചവന്റെ മാർഗത്തിൽ നമ്മൾ ഒന്ന് നൽകിയാൽ അത് 10 മടങ്ങ് ഇരട്ടിയായി അള്ളാഹു തിരികെ നൽകും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല. ഒരു ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 ദിർഹമുകൾ അള്ളാഹു ഇരട്ടിയാക്കി നമുക്ക് തിരികെ നൽകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 മണിക്കൂർ നമ്മൾ ചിലവഴിക്കാൻ തയ്യാറായാൽ 10 മണിക്കൂറുകൾ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 ദിനം നമുക്ക് ചിലവഴിക്കാൻ നാം മനസ്സ് കാണിച്ചാൽ തീർച്ചയായും 10 ദിവസങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകും. ഇത് ആത്മാർത്ഥമായി വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത നമ്മൾ കൽപ്പിക്കേണ്ടത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം എന്നുള്ളത് അത് സമയബന്ധിതമായി നിങ്ങൾ നിർവഹിക്കേണ്ട ഒന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അഹബ്ബുൽ അഅമാൽ എന്നെണ്ണിയ അമലുകളിൽ ഏറ്റവും ആദ്യമായി പ്രവാചകൻ എണ്ണിയത് നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. അസ്സലാത്തു അലാ വഖ്തിഹ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതിൽ സമയനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉദാസീനത കാണിച്ചാൽ, അലസത കാണിച്ചാൽ തീർച്ചയായും നമ്മുടെ സമയങ്ങളിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പലപ്പോഴും ഈ രൂപത്തിലുള്ള ഇബാദത്തുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്തോ സമയം ഞാൻ ലാഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഏത് നന്മകൾ ചെയ്യാൻ നമ്മൾ മനസ്സ് വെക്കുമ്പോഴും ആദ്യം പിശാച് നമ്മുടെ മനസ്സിലേക്ക് വന്ന് തോന്നിപ്പിക്കുക, ഇതിനിപ്പം നിനക്ക് സമയമില്ല, അത് പിന്നീട് ആവാം എന്നുള്ളതാണ്. അത് നമസ്കാരത്തിന്റെ കാര്യമാകട്ടെ, അത് നഫൽ നമസ്കാരിക്കുന്ന കാര്യത്തിലാകട്ടെ, ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ രാവിലെയോ വൈകിട്ടോ അസ്കാറുകൾ പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒന്ന് ഇരുന്ന് നോക്കുക. ഒന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് പിശാച് വന്നിട്ട് തോന്നിപ്പിക്കും, ഇന്ന് അതിനുള്ള സമയമില്ല, ഒരുപക്ഷെ നാളെ അതിനുള്ള സമയം നമുക്ക് ലഭിച്ചേക്കും, ഇന്നിങ്ങനെ നമസ്കരിക്കാനുള്ള സമയമില്ല. അതിൽ എന്തുമാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും, ഏത് സേവന മേഖലകളിലാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ പിശാച് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുക, ഇതിപ്പോ ചെയ്യേണ്ടതില്ല, ഇതിന് നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആ സമയം ഒരിക്കലും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സഹ്ഹത്തു വൽ ഫറാഗ്. അധിക പേരും വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്ന 2 അനുഗ്രഹങ്ങളെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നുണ്ട്. അതിലൊന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. ഇത് രണ്ടും ഒരുപോലെ ലഭിക്കുക എന്നുള്ളത് വളരെ വിചിത്രമാണ്. പലപ്പോഴും നമുക്ക് സമയമുണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാവുകയില്ല, ആ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സമയവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുക എന്നത് ഏറെ പ്രയാസകരമാണ്, ശ്രമകരമാണ്. അതിനുവേണ്ടിയാണ് ഓരോ വിശ്വാസികളും ശ്രമിക്കേണ്ടത്. എല്ലാം ഒഴിഞ്ഞ ഒരു സമയം എനിക്ക് ലഭിക്കുമെന്ന് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ കരുതരുത്. ഒരിക്കലും അങ്ങനെ ലഭിക്കുകയില്ല. അത് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ആ അർത്ഥത്തിൽ യൗവനത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും
അത് പിന്നീട് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതൊരിക്കലും അങ്ങനെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാദിഖുൽ മുസ്തൂഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ കാര്യമാണ് മഖ്ബൂറുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകളും അതിൽ വഞ്ചിതരാകും എന്നത് തീർച്ചയാണ്. ആ വഞ്ചനയിൽ പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്ന വിഷയത്തിൽ ഒരർത്ഥത്തിലുള്ള ഉദാസീനതയെ നമ്മൾ കാണിക്കാതിരിക്കുക, പിശുക്ക് നമ്മൾ കാണിക്കാതിരിക്കുക. പടച്ചവന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ ഒന്നാമതായി നാം പ്രാധാന്യത കൽപ്പിക്കേണ്ടത് നമസ്കാരത്തിനാണെങ്കിൽ, രണ്ടാമതായി നമ്മൾ പ്രാധാന്യത കൽപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആനിനാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാത്തത്, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാത്തത്, മനനം ചെയ്യാത്തത്, ആലോചിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാവുക: അതിന് സമയമില്ല, അവസരമില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഖുർആനിന്റെ മുഅ്ജിസത്തായി പല പണ്ഡിതരും എണ്ണിയിട്ടുള്ള ഒരു കാര്യം, വിശുദ്ധ ഖുർആനിന്റെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ സമയത്തിൽ അള്ളാഹു വർധനവ് നൽകും എന്ന് നിരവധി പണ്ഡിതന് പറഞ്ഞു വെക്കുന്നത്. വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയ വിദ്യാർത്ഥി വന്നിട്ട് ഒരു പരാതി പറയുകയാണ്. ആ പരാതി ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് സമയം ലഭിക്കുന്നില്ല. ഒരുപാട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഒരേ സമയം നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നിലവിൽ സമയമില്ല. ആ സമയത്ത് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന മറുപടി, നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. എത്രമാത്രം അള്ളാഹുവിന്റെ കലാമുമായി നമ്മൾ സമയം ചിലവിടുന്നുവോ അത്രമാത്രം നമ്മുടെ സമയത്തിൽ അള്ളാഹു വർധനവ് നൽകും, ഖൈർ നൽകും, ബറക്കത്ത് നൽകും. അത് നമുക്കൊക്കെ വീട്ടിൽ പോയി പരീക്ഷിക്കാം. ഏത് ദിനവും ഇന്ന് മുതൽക്ക് തന്നെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് സമയമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഖുർആനുമായി നമ്മൾ സമയം ചിലവഴിച്ചു നോക്കൂ. തീർച്ചയായും ഒരുപാട് സമയം നമുക്ക് ലഭിക്കുന്നതായിട്ട് തോന്നും. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനുമായി സമയം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹു അസ്കാറുകൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുള്ള വലിയ പ്രാധാന്യതയോട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചുള്ള ഒരു കാര്യമാണ് ഫസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിനെ തഹ്മീദ് ചെയ്യുക, ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ പടച്ചവന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക, മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ തയ്യാറാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഓരോ അബ്ദും, ഓരോ വ്യക്തിയും തന്റെ സഹോദരന് വേണ്ടി സമയം ചിലവിടുമ്പോഴെല്ലാം, അള്ളാഹു അവനെ സഹായത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു ആ അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉറച്ചിട്ടുണ്ട്. നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ അത് എത്രമാത്രം ഉപകാരപ്രദമാകും എന്ന് നമുക്കറിയാം. പക്ഷേ അള്ളാഹു നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മെ സഹായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്രദമാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടും. പടച്ചവന്റെ സഹായം, പടച്ചവന്റെ ഉപകാരം, പടച്ചവന്റെ ആർത്ഥത്തിലുള്ള പരിഗണന, അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളും തീർച്ചയായും മാറിക്കിട്ടും. അതിനുള്ള ഏറ്റവും നല്ല മാർഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ സഹോദരങ്ങളുടെ സേവനത്തിൽ ഏർപ്പെടുക, അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുക, അവരെ സേവിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം മദിയനിൽ എത്തപ്പെട്ട സമയം, അദ്ദേഹം മദിയനിലേക്ക് മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ട് മദിയനിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പത്തില്ലായിരുന്നു, അദ്ദേഹത്തിന് കുടുംബക്കാരില്ലായിരുന്നു, എവിടെ പോകണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയാതെ സ്തംഭിച്ചിരിക്കുന്ന സമയത്താണ് രണ്ട് പെൺകുട്ടികളെ അദ്ദേഹം സഹായിക്കുന്നത്. അവർക്ക് സഹായം ആവശ്യമാണ് എന്ന് കണ്ടപ്പോൾ സ്വന്തമായി സഹായത്തിന് അർഹനായിരിക്കെ തന്നെ മൂസ അലൈഹിസ്സലാം എഴുന്നേറ്റുകൊണ്ട് ആ രണ്ട് പെൺകിടാങ്ങളെ സഹായിക്കാൻ തയ്യാറാവാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മൂസ അലൈഹിസ്സലാമിന്റെ ജീവിതം മാറുകയാണ്. അദ്ദേഹത്തിന് ഒരു കുടുംബത്തെ ലഭിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ജോലി ലഭിക്കുന്നു, അദ്ദേഹത്തിന് ഒരു നാട് ലഭിക്കുന്നു. പിന്നീട് ആ നാട്ടിൽ നിന്ന് തിരികെ മിസ്റിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് മാറുന്നത്. ആ അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ പരിഗണന അത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഒന്നാമതായി ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കാൻ നമ്മൾ മടി കാണിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ സമയത്തിൽ വർധനവുണ്ടാകും. രണ്ടാമതായി അനാവശ്യ സമയം കൊല്ലികളായ വിനോദങ്ങളിൽ നിന്നും, ആർത്ഥത്തിലുള്ള കളിതമാശകളിൽ നിന്നും, അതിൽ മുഴുകിയിരിക്കുന്നതിൽ നിന്നും, നിരവധി സമയം മണിക്കൂറുകൾ അതിലിങ്ങനെ ചിലവഴിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ലഹുവിലും ലൈബിലും ഒരുപാട് സമയം ചിലവഴിക്കാതിരിക്കുക, അതിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. ഇന്നമൽ ഹയാത്തു ദുനിയ ലൈബുൻ വലഹുൻ. ഈ ലോകത്തെ ജീവിതം എന്നുള്ളത് ലഹുവും ലൈബുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അത് വിനോദമാണ്. ഇന്നത്തെ സ്റ്റാറ്റിക്സ് അനുസരിച്ച്
നമ്മുടെ രാജ്യത്ത് ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം, ഏവറേജ് സമയം ഒരു ദിവസം 2.5 മണിക്കൂറാണ് എന്ന് കാണാൻ കഴിയും. 2.4 മണിക്കൂറാണ് ഓരോ ദിവസവും ഏവറേജ് കണക്ക് പ്രകാരം ഒരാൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് വിനോദങ്ങളൊക്കെ അതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ 5 മണിക്കൂറിനടുത്ത് അത് വരും. 5 മണിക്കൂറിനടുത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, മനുഷ്യര് സോഷ്യൽ മീഡിയകളിലും മറ്റു വിനോദങ്ങളിലുമായി സമയം ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ ഉണർന്നിരിക്കുന്നതിന്റെ 1/3 ഭാഗം നമ്മൾ അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ പറയുക സമയമില്ല എന്നുള്ളത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണർത്തുന്നത്, ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുൻ. ഈ ലോകം ലഹുവും ലഅബും മാത്രമാണ്. വിനോദത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനപ്പുറത്തേക്ക് വിനോദത്തിന് നമ്മൾ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ അവതാളത്തിലാക്കും. ആ അർത്ഥത്തിൽ ഈ ഇഹലോകത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു പ്രാധാന്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ പരലോകത്തെ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിൽ, പരലോകത്തെ മറന്നു പോകുന്ന വിധത്തിൽ ഇഹലോകത്തിന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്ന ആളുകളായിട്ട് മാറുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിന്റെ നാശമായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ചില ആധുനിക മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് അവർ സൂചിപ്പിക്കുന്നുണ്ട്, ലഹുവ് എന്ന് പറഞ്ഞാൽ വിനോദമാണ്. സത്യത്തിൽ പ്രാചീന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിനോദം അത് നാടകങ്ങളായിരുന്നു. അത് ഗ്രീക്ക് സിവിലൈസേഷനിലാണെങ്കിലും മറ്റിതര ചൈനീസ് സിവിലൈസേഷനുകൾ ഒക്കെ ആണെങ്കിലും അവിടങ്ങളിലൊക്കെയും ആളുകൾ ഏറ്റവും കൂടുതൽ വിനോദത്തിന് വേണ്ടി വിനോദമായിട്ട് കണ്ടിരുന്നത് നാടകങ്ങളായിരുന്നു. ഈ നാടകങ്ങളിൽ ആളുകൾക്ക് നിരവധി റോളുകൾ നൽകപ്പെടും, ക്യാരക്ടറുകൾ നൽകപ്പെടും. ആ ക്യാരക്ടറുകൾ, ആ റോളുകൾ ഒരിക്കലും അവരുടെ ജീവിതത്തിന്റെ റോളുകളായിട്ട് ആരും പരിഗണിക്കാറില്ല. ആ കർട്ടൻ ഉയരുന്നതോടുകൂടി, അതല്ലെങ്കിൽ ആ നാടകം കഴിയുന്നതോടുകൂടി അത് അവിടെ കഴിഞ്ഞു. ആ നാടകത്തിൽ ഒരാൾ രാജാവായിരിക്കും എന്ന് കരുതി ആ നാടകം കഴിഞ്ഞാൽ ആരും അവരെ രാജാവായിട്ട് അവരോധിക്കാറില്ല. ആ നാടകത്തിൽ ചിലപ്പോൾ കൊലയാളികൾ ഉണ്ടാകും, പക്ഷേ ആ നാടകം കഴിഞ്ഞാൽ ആരും അയാളെ കൊലയാളി എന്ന് വിളിക്കാറില്ല. കാരണം അതൊരു നാടകമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇതേ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി റോളുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ചില ആളുകൾ അതിസമ്പന്നരായിരിക്കും, ചില ആളുകൾ രാജാക്കന്മാരായിരിക്കും, ചില ആളുകൾ പാവപ്പെട്ടവരായിരിക്കും, ചില ആളുകൾ കച്ചവടക്കാരായിരിക്കും. ഇങ്ങനെ നിരവധി റോളുകൾ അള്ളാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഏത് റോളുകളിലാണ് ജീവിക്കുന്നതെങ്കിലും അള്ളാഹു പരമമായ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന് നൽകിയിട്ടുണ്ട്. ഏത് റോളുകളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ അടിമയായി അവൻ അനുസരണയുള്ളവനായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മറക്കാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ റോളുകൾ, അത് ചിലപ്പോൾ ഭർത്താവ് എന്ന റോളായിരിക്കാം, കുടുംബനാഥൻ എന്ന റോളായിരിക്കാം, ഏത് റോളുകളുമാകട്ടെ ആ റോളുകൾ ഒരിക്കലും അതിന് കാരണമാകരുത് എന്ന് ആ മുഫസ്സിറുകൾ ഉണർത്താണ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് അവസാനിക്കും, ഈ പ്ലേ അവസാനിക്കും, ഈ സ്റ്റേജ് അവസാനിക്കും, ഈ കർട്ടനുകൾ ഉയരും. സൂറ ഖാഫിലൂടെ അള്ളാഹു ഉണർത്തുന്നത് പോലെ വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യവുമായി മരണം നമ്മെ തേടിയെത്തും. ദാലിക മാ കുൻത മിൻഹു തഹീദ്, അള്ളാഹു പറയാണ്, അതിൽ നിന്നാണല്ലോ നിങ്ങൾ ഈ ഓടി ഒളിച്ചുകൊണ്ടിരുന്നത്, അതിനെ ഭയന്നുകൊണ്ടാണല്ലോ നിങ്ങൾ കുതിരി ഓടിക്കൊണ്ടിരുന്നത്. അത് തീർച്ചയായും നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്, തീർച്ചയായും കാഹളത്തിലൂതപ്പെടും. അത് നമ്മൾ അതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അത് എത്ര തന്നെ നമ്മൾ മറന്നാലും ഓർമ്മിച്ചാലും, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ദാലിക യൗമുൽ വഈദ്, നിങ്ങൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ഒരു ദിവസമാണത്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, ഓരോ നഫ്സും 2 മാലാഖമാരെ ഓരോ നഫ്സിനെയും ആനയിച്ചു കൊണ്ടുവരും. ഒരാൾ സാക്ഷിയായിരിക്കും, മറ്റൊരാൾ അയാളെ ആനയിച്ചു കൊണ്ടുവരുന്ന മലക്കായിരിക്കും. അല്ലാഹു അവനോട് പറയും, ആ വ്യക്തിയോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, തീർച്ചയായും ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച്, ഈ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് നീ ഗഫ്ലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു, ഇതിനെ നീ മറന്നു കഴിയുകയായിരുന്നു. എന്നാൽ ഫകശഫ്നാ അൻക ഗിതാഅക്, നിന്നിൽ നിന്ന് ആ മറ ഇതാ നീക്കിയിരിക്കുന്നു, ആ സ്റ്റേജിന്റെ കർട്ടൻ ഇതാ നീങ്ങിയിരിക്കുന്നു. ഇന്നേവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതിന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്, ഇന്നേ ദിവസം നിങ്ങളുടെ കാഴ്ച അത് അങ്ങേയറ്റം തീക്ഷ്ണതയുള്ള കാഴ്ചയായിരിക്കും, മൂർച്ചയുള്ള കാഴ്ചയായിരിക്കും. പല യാഥാർത്ഥ്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് കാണാനും ഉൾക്കൊള്ളാനും കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട് സൂറത്തുൽ അൻആമിലൂടെ. ഈ കോസ്റ്റ്യൂംസ് എല്ലാം, ഈ റോള്, ഈ കോസ്റ്റ്യൂംസ് എല്ലാം അല്ലാഹു തിരികെ എടുക്കും എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, ഇതാ നിങ്ങൾ എല്ലാവരും എന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഫുറാദ, ഒറ്റപ്പെട്ടവരായിക്കൊണ്ട്, കമാ ഖലഖനാകും അവ്വല മറ, ആദ്യമായിട്ട് ഏത് രൂപത്തിലാണോ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അതേ രൂപത്തിൽ ഓരോരുത്തരും ഇതാ ഒറ്റപ്പെട്ട് എന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. വതറക്തും മാ
ഖവ്വൽനാകും വറാഅ ദുഹൂരിക്കും, നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നതെല്ലാം പിറകെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സമ്പത്തും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഇങ്ങനെ നമ്മുടെ ഐഡന്റിറ്റിയായി നമ്മളിവിടെ കൊണ്ടു നടക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ കോസ്റ്റ്യൂമുകളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുക. അതാണ് വലഖദ് ജിഅ്തുമൂന ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ദുഹൂരിക്കും വമാ നറാ മഅകും ശുഫാഅകും അല്ലദീന സഅംതും അന്നകും ഫീകും ശുറക. എവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതിയിരുന്ന ആളുകൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുമെന്ന് കാണാം. അതുകൊണ്ട് നമ്മുടെ ഈ ആയുസ്സിനെ, ഈ സമയത്തിന് നാം ആർത്തല മൂല്യം കൽപ്പിക്കുക. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്റിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. സൂറ ഫാത്തിറിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുന്ന ചില ആളുകൾ, അന്ന് പരാജിതരാകുന്ന ആളുകൾ അന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറയും, അഖ്റിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതിൽ നിന്ന് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോരാ, ഇതിൽ നിന്ന് ഒന്ന് പുറത്തു പോകാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണം. കാരണം എന്താണ്, ഞങ്ങൾ ഇതേവരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ട് തിരികെ വരാം. ആ സമയത്ത് അള്ളാഹു അവരോട് പറയുന്ന മറുപടി, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഉത്ബുദ്ധരാകാൻ പോന്ന സമയം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നന്നാവാൻ മാത്രമുള്ള സമയം, ഇതൊക്കെ ആലോചിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും സൽപാന്താവിലേക്ക് തിരിച്ചു വരാനുമുള്ള സമയം, അതിനുള്ള ആയുസ് അവലം നുഅമ്മിർകും, അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. അതുകൊണ്ട് ഫദൂഖു, അതുകൊണ്ട് ഇനി ഇതൊക്കെ രുചിച്ചു കൊള്ളുക. ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അതുകൊണ്ട് ഇനി ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും നമുക്ക് സാധ്യമാവുകയില്ല. ആ തിരികെ പോകാത്ത ഇന്ന് ഈ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പറ്റി നോക്കുമ്പോൾ പല ആളുകൾക്കും വലിയ പ്രയാസം ഉണ്ടാവും. പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പലതും നടന്നില്ല. പക്ഷെ ഇനി നമുക്ക് അവസരമുണ്ട്, ഇവിടെ നമുക്ക് തിരുത്താം. എന്നാൽ ഇതേ രൂപത്തിൽ പരലോകത്തെത്തി കഴിഞ്ഞപ്പോഴും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, എല്ലാം കഴിഞ്ഞു പോയല്ലോ, ഇനിയും ഒന്ന് തിരികെ ലഭിച്ചിരുന്നെങ്കിൽ, ഇനിയും ഒന്ന് തിരികെ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയും. എന്തിനാണ് അള്ളാഹു ഈ വർത്തമാനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നത്? പരലോകത്ത് ആളുകൾ സംസാരിക്കാൻ പോകുന്ന ഈ വർത്തമാനങ്ങൾ എന്തിനാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നത്? അതും അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നത്, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, ഒരു നഫ്സും ഇനി പറയാതിരിക്കാനാണ്, ഞാൻ അതൊക്കെ കളഞ്ഞു കുളിച്ചല്ലോ, വകുന്തു മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടവാളികളിൽ പെട്ടുപോയല്ലോ എന്ന് ഒരു നഫ്സും പറയാതിരിക്കാനാണ് ഇതൊക്കെയും അള്ളാഹു നമുക്ക് മുന്നറിയിപ്പായി നൽകുന്നത്. ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, ഔ തഖൂല ഹീന തറൽ അസാബ, അതല്ലെങ്കിൽ ആ നഫ്സ് പറയാതിരിക്കാനാണ് ആ അസാബ് കാണുന്ന സമയത്ത് ലൗ അന്നലി കറത്തൻ, എനിക്ക് ഒരു മടക്കം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരു നഫ്സും പറയാതിരിക്കാനാണ് ഇതൊക്കെയും അള്ളാഹു മുന്നറിയിപ്പായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമ്പത്തിനേക്കാൾ ജീവിതത്തിലുള്ള സകലതിനേക്കാൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ്സിനെ നമ്മൾ വിലമതിക്കുക. ആരെങ്കിലും ഒരാൾ വലിയൊരു സമ്പത്ത് എടുത്തുകൊണ്ട് അതിങ്ങനെ കത്തിച്ച് കളയുന്നത് കണ്ടാൽ നമ്മളൊക്കെ എത്രമാത്രം അസ്വസ്ഥരാകും. എത്ര സമ്പന്നനാണെങ്കിലും എന്തിനാണ് ആ സമ്പത്ത് വെറുതെ അങ്ങനെ കത്തിച്ച് കളയുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അതേ രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ് അതിനേക്കാൾ വലിയ പ്രാധാന്യതയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാണ്. കാരണം പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സകല സമ്പത്തിനേക്കാളും ബന്ധങ്ങളെക്കാളും എല്ലാം നമ്മൾ അന്ന് ഏറ്റവും മൂല്യം കൽപ്പിക്കുക നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ ആയുസിനാണ്, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവനാണ്. അള്ളാഹു നമ്മൾ ഉണർത്തുന്നുണ്ട്, യവസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു, ആ കഠിനമായ ശിക്ഷ കാണുന്ന സമയത്ത് പാപി ആഗ്രഹിച്ചു പോകും, യവദ്ദു, അവൻ ആഗ്രഹിച്ചു പോകും, ആശിച്ചു പോകും, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, എന്റെ സ്വന്തം മകനെ പകരം കൊടുത്തിട്ടാണെങ്കിലും ഈ അദാബിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നുവെങ്കിൽ, വസാഹിബതിഹി വഅഖി, എന്റെ സ്വന്തം സഹോദരനെയും എന്റെ സ്വന്തം ഇണയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, വഫസീലതിഹി അല്ലതി തുവി, അവന് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്ന സ്വന്തം കുടുംബത്തെ പകരം കൊടുത്തിട്ടാണെങ്കിലും അതിൽ നിന്ന് രക്ഷ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നല്ല, വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഈ ലോകത്ത് ഞാൻ വിലകൽപ്പിച്ചിരുന്ന സകല മനുഷ്യരെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അതിന് പകരം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭയാനകത എത്രയായിരിക്കും ആലോചിച്ച് നോക്കുക. അതിസമ്പന്ന ആളുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വല യുഫ്തദാബി, അവർ ഈ ഭൂമി നിറയെ സ്വർണവുമായിട്ട് വന്നാലും അത് പകരം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാലും അതുപോലും വന്ന് അവിടെ നരകമോചത്തിന് പകരമായി സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സൂറ സുമറിലൂടെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. വലൗ അന്നലിൽ ലദീന ളലമു മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബി, അന്ന് ഒരു ളാലിമിന് രണ്ട് ഭൂമി നിറയെ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ തയ്യാറാകുമായിരുന്നു. എന്തിനു പകരം? സ്വർഗത്തിന് പകരമല്ല, മിൻ സൂഇൽ അസാബി യൗമിൽ ഖിയാമ, ആ അസാബിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മുഴുവൻ നൽകാൻ അവർ തയ്യാറാകുമായിരുന്നു. അപ്പൊ നമ്മുടെ
ആയുസിന്റെ വില എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രയാണ് ആയുസിന്റെ വില, എത്രയാണ് ആ പരലോകത്തെത്തുന്ന സമയത്ത് നമ്മൾ ആയുസിന് കൽപ്പിക്കുന്ന വില, അതിന്റെ വില ഇന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അങ്ങേയറ്റം അമൂല്യമായ സമയമാണ്, സമ്പത്താണ് ഓരോ നിമിഷവും നമ്മിൽ നിന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പകരം വാങ്ങാനുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്, വളരെ വിലയേറിയ പകരം വാങ്ങാനാണ് അള്ളാഹു നമുക്ക് ഈ ആയുസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്തെ, ഈ ആരോഗ്യത്തെ നമ്മൾ ചെലവഴിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സമയത്തിൽ ബറക്കത്ത് ലഭിക്കാൻ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് തിന്മകൾ ഒഴിവാക്കുക. തിന്മകൾ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലുള്ള ഖൈറുകളെയും ബറക്കത്തുകളെയും അത് നശിപ്പിക്കും. നാലാമതായി കുടുംബബന്ധത്തെ നമ്മൾ ചേർക്കുക, കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക. ഭാര്യയുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, മക്കളുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ, ഊഷ്മളമാക്കാൻ, കുടുംബബന്ധം ചേർക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആർക്കെങ്കിലും അവന്റെ ആയുസ് ദീർഘിപ്പിക്കണം, ആയുസ്സിൽ വർദ്ധനവ് ലഭിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ റിസ്ഖിൽ വിശാലത വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തം കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സമയത്തെ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്ന, അതിനെ പാഴാക്കാത്ത യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മ ഒരു വർഷം, ഈ വരുന്ന ഒരു വർഷത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു തീരുമാനം തീർച്ചയായും നമ്മൾ എടുക്കണം. ഒരു വർഷം എങ്ങനെയാണ് മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവസങ്ങൾ മാറിയാൽ മാത്രമാണ് ഒരു വർഷം മാറുക. നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റുട്ടീനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ ആ ഒരു വർഷത്തെ മുഴുവൻ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ജീവിതത്തെ മുഴുവൻ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ റുട്ടീനിൽ ചില ചേഞ്ചുകൾ കൊണ്ടുവരാൻ കഴിയണം. മുൻഗണന കൽപ്പിക്കേണ്ട ചില കാര്യങ്ങൾക്ക് തന്നെ മുൻഗണന കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പിശുക്കുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.